പഴക്കടയിലേക്ക് പെട്ടെന്നായിരുന്നു പച്ച നിറത്തിലുള്ള ഒരു പ്രത്യേക ഷേപ്പുള്ള ആ പുതിയ ഫ്രൂട്ടിന്റെ കടന്നുവരവ്. തന്നേക്കാൾ ഭംഗിയും ഡിമാൻഡുള്ള ആ പുതിയ ഫ്രൂട്ടിനോട് കണ്ട മാത്രയിൽ തന്നെ മാമ്പഴപ്പെണ്ണിന് അനുരാഗം തോന്നി. ദിവസവും അവൾ അവന്റെ അടുത്തേക്ക് ഉരുണ്ടു ചെല്ലും, എന്നിട്ട് അവനോട് കൊഞ്ചിക്കുഴയും. എന്നാൽ അവനുണ്ടോ ഇത് വലുത് ശ്രദ്ധിക്കുന്നു? ഞാനേ നല്ല ഡിമാൻഡുള്ള പുള്ളിയാ, കിലോയ്ക്ക് എത്ര രൂപയാണെന്നാ നിന്റെ വിചാരം? പോവെണ്ണ അവിടെ നിന്ന് ശല്യപ്പെടുത്താതെ. അവൻ അവളോട് കട്ട പുച്ഛമായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം മാമ്പഴപ്പെണ്ണ് അവനടുത്തേക്ക് ഉരുണ്ടു ചെന്ന് കിന്നാരം പറയാൻ തുടങ്ങി. പക്ഷേ മാമ്പഴപ്പെണ്ണിന്റെ അച്ഛൻ ഇത് കണ്ടു. അയാൾ കലി പൂണ്ടുവന്ന് അവനെ പൊതിരെ തല്ലി. ഓരോ തവണ തല്ലാൻ ഒങ്ങുമ്പോഴും പാവം അവൻ അവക്കാഡോ പ്രേമം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ പറയാൻ, അവക്കാഡോ എന്ന് പറയുമ്പോഴേ കടുത്ത അടി വീഴും. നീ അവക്കാഡോ ആണേലും എനിക്കെന്താ, നീ ആണേലും നിന്റെ അപ്പനാണേലും എൻ്റെ പെങ്കൊച്ചിനോട് വേണ്ടാതീനം കാണിച്ചാൽ വിവരം അറിയും. അങ്ങനെ അടികൊണ്ട് അവശനായി അവൻ നിലംപതിച്ചു. ബോധം മറിയും മുമ്പ് അവൻ മെല്ലെ ദയനീയമായി വീണ്ടും പറയാൻ ശ്രമിച്ചു, അവക്കാഡോ. അപ്പോഴേക്ക് അവൻ്റെ ബോധം പോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കൂടി നിന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞു, അവക്കാഡോ മരിച്ചു. അങ്ങനെ ഇന്നും സത്യം എന്തെന്നറിയാത്ത പലരും ആ പഴത്തിൻ്റെ പിന്മുറക്കാരെ അല്ല അവക്കാഡോ എന്ന് തന്നെയാണ് അത്ര വിളിക്കുന്നത്. ഹലോ, കഥ ഇഷ്ടമായോ? എൻ്റെ മിനിയേച്ചർ അവക്കാഡോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.